നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഏറെ നാളായുള്ള പ്രവാസികളുടെ കണ്ണുനീർ മായാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പ്രവാസികൾ നാട്ടിലേക്ക് എത്തുമ്പോൾ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിദേശത്തു നിന്നുള്ള പ്രവാസികളുടെ മടക്കം നാളെ മുതലെന്നാണ് ലഭ്യമാകുന്ന വിവരം. രാജ്യത്തെ 13 നഗരങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവാസികളെ തിരികെ എത്തിക്കുന്നത്. ഗൾഫിലെ 6 രാജ്യങ്ങളിലേക്ക് ആദ്യ ആഴ്ച സർവീസുകളും ഉണ്ടാകും. അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും 7-6 സർവീസുകളാണ് നടത്തുക. ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ്, മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലുള്ളവരെയും മടക്കി എത്തിക്കുകയും ചെയ്യും. എയർ ഇന്ത്യ എക്സ്പ്രസിനാണ് കേരളത്തിലേക്കുള്ള സർവീസിലെ ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത്. മടക്കത്തിന് തയ്യാറെടുക്കുന്ന പ്രവാസികൾ എംബസികളുമായി സമ്പർക്കത്തിലിരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിക്കുകയുണ്ടായി. അതിന്റെ രാജ്യത്തെ കോവിഡ് കണക്കുകൾ ഇന്നു മുതൽ രാവിലെ മാത്രമേ പുറത്തുവിടുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. പ്രവാസികളെ സ്വീകരിക്കാൻ പൂർണ്ണ സജ്ജമായിരിക്കുകയാണ് കൊച്ചി വിമാനത്താവളവും തുറമുഖവും. നെടുമ്പാശ്ശേരിയിൽ ആദ്യഘട്ടത്തിൽ 10 വിമാനങ്ങളിലായി 2150 പേരാണ് എത്തുക. മടങ്ങിയെത്തുന്നവരെ നിരീക്ഷണത്തിലാക്കാൻ 4000 വീടുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ആദ്യ ദിനം കേരളത്തിലേക്ക് എത്തുക 4 വിമാനങ്ങളായിരിക്കും. ഇതിൽ അബുദാബിയിൽ നിന്നും ദോഹയിൽ നിന്നുമുള്ള വിമാനങ്ങളാണ് കൊച്ചിയിലേക്ക് വരുന്നത്. 2 വിമാനങ്ങളിലുമായി 400 പേരെത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കൈകൾ ഉൾപ്പെടെ ശുചിയാക്കിയ ശേഷം മാത്രമേ ഇവരെ എയ്റോ ബ്രിഡ്ജിൽ നിന്ന് ടെർമിനലിലേക്ക് കടത്തിവിടുകയും ചെയ്യൂ. ബാഗേജും അണുവിമുക്തമാക്കും. നേരെ ഹെൽത്ത് കൗണ്ടറിലേക്ക് എത്തിക്കും. തെർമൽ സ്കാനർ ഉപയോഗിച്ച് താപനില പരിശോധിക്കും. ചൂട് കൂടുതലോ രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കും. മറ്റുള്ളവരെ നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യും. ഇതിനായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 2200 വീടുകളും മുനിസിപ്പാലിറ്റി പരിധിയിൽ 2000 വീടുകളും കണ്ടെത്തിയിട്ടുമുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് ഡബിൾ ചേംബർ ടാക്സി കാറുകളിലായിരിക്കും നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഒരു വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരും പോയ ശേഷം വിമാനത്താവളം പൂർണ്ണമായും അണുവിമുക്തമാക്കും. ആരോഗ്യ പ്രവർത്തകർക്കും വിമാനത്താവള ജീവനക്കാർക്കും പ്രത്യേക പരിശീലനവും പൂർത്തിയാക്കി കഴിഞ്ഞു. മാലദ്വീപിൽ നിന്ന് കപ്പലിൽ കൊച്ചിയിലെത്തുന്നവരെയും സമാന രീതിയിൽ നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.